തൃശൂരിൽ അവയവ മാഫിയ. ആത്മാർത്ഥദാനം എന്ന പേരിൽ ആൾമാറാട്ടവും പണമിടപാടും നടത്തുന്നതായി ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ദാരിദ്ര്യം മുതലെടുത്ത് സ്ത്രീകളെ മുൻനിർത്തിയുള്ള കച്ചവടം വ്യാപകം. ദാരിദ്ര്യം വിറ്റ് കോടികൾ കൊയ്യുന്ന ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് അവയവ കച്ചവട ശൃംഖലകൾ വേരുന്നതായാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറാണ് സമൂഹ മാധ്യമത്തിലൂടെ ഗുരുതരമായ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. തീരപ്രദേശങ്ങളിലെ ദരിദ്ര കുടുംബങ്ങളെ ലക്ഷ്യമിട്ട വൻ സാമ്പത്തിക ഇടപാടുകളാണ് ആൾമാറാട്ടത്തിലൂടെയും വ്യാജ കഥകളിലൂടെയും അരങ്ങേറുന്നത്. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചേർത്തല, കൊല്ലം തുടങ്ങിയ തീരപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളെയാണ് അവയവ മാഫിയ വലയിലാക്കുന്നത്. ഏറ്റവും ആശങ്കാജനകമായ കാര്യം അവയവദാതാക്കളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നതാണ്. അടുത്തിടെ സമിതിക്ക് മുന്നിലെത്തിയ 8 കേസുകളിൽ 7 പേരും സ്ത്രീകളായിരുന്നു. ഇവർക്ക് രോഗിയെ നേരിട്ട് പരിചയമില്ലാതിരുന്നിട്ടും ആത്മാർത്ഥ ദാനം എന്ന പേരിൽ കൃത്രിമ കഥകൾ സൃഷ്ടിച്ചാണ് സമിതിയെ സമീപിക്കുന്നത്. ജില്ലാതല അംഗീകാര സമിതികൾ തള്ളിക്കളയുന്ന കേസുകൾ പോലും ഹൈക്കോടതി വഴി വീണ്ടും കൊണ്ടുവരുന്ന പ്രവണത വർദ്ധിക്കുകയാണെന്നും സമിതി അംഗങ്ങളെ ഫോണിലൂടെ വിളിച്ച അനുമതി നൽകണം എന്ന് ഭീഷണിപ്പെടുത്തുന്നതും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും പതിവാകുന്നു. ചിലപ്പോൾ അധികാര പരിധിക്ക് പുറത്തുള്ള കേസുകൾ പോലും സമിതിക്ക് മുന്നിൽ സമ്മർദ്ദത്തിലൂടെ എത്തുന്നതായും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നു. ദാരിദ്ര്യവും അറിവില്ലായ്മയും ചൂഷണം ചെയ്ത സ്ത്രീകളെ അവയവ കച്ചവടത്തിലേക്ക് തള്ളിവിടുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. നിയമം കർശനമാക്കി നടപ്പാക്കി ഇത്തരം ശൃംഖലകളെ തകർക്കുകയോ അല്ലെങ്കിൽ സർക്കാർ നേരിട്ടിടപെട്ട സുതാര്യമായ നയരൂപീകരണം നടത്തുകയോ ചെയ്തില്ലെങ്കിൽ കേരളം വലിയൊരു സാമൂഹിക ഭീഷണി നേരിടേണ്ടി വരുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഉന്നതതല അന്വേഷണം നടത്തി ശൃംഖലയുടെ വേരുകൾ കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്.